നമസ്കാരം, കറിവേപ്പിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സദ്യ ഒരുക്കുമ്പോൾ ഓലൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. സദ്യയിൽ ഏറ്റവും വ്യത്യസ്ത രുചി തോന്നുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഓലൻ. വലിയ ചേരുവകളും കഷ്ടപ്പാടുകളും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ഈ ഓലൻ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. തേങ്ങാപ്പാൽ എടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതിനും ഒരു എളുപ്പ വഴിയുണ്ട്. വൻപയർ ഒന്ന് കുതിർന്ന് വരാനുള്ള ആ സമയം മാത്രമേ വേണ്ടൂ. അപ്പം നമുക്ക് സമയം കളയാതെ ഓലൻ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വൻപയർ എടുക്കാം. ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് നന്നായിട്ട് കഴുകി അപ്പോഴേക്കും നല്ല കുതിർന്ന് വരും. ഒരു 2 മണിക്കൂറൊക്കെ മതിയാവും. ഒരു കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് സ്റ്റൗ കത്തിച്ച് വയ്ക്കുക. ഒരു 3-4 വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. പ്രഷർ മാറിയതിന് ശേഷം തുറന്ന് നോക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പ്രഷർ മാറിയതിന് ശേഷം തുറന്നതാണ്. അപ്പോൾ ആ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കാണും അതിൽ. അഥവാ നമുക്ക് ഈ പയർ കുതിർക്കാനുള്ള സമയം കിട്ടിയില്ല എങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കുക്കറിലിട്ട് വേവിച്ചാൽ മതി. ഇനി വെജിറ്റബിൾസ് വേണ്ടത് മത്തനാണ്. കുമ്പളങ്ങ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നെന്നുള്ളതെന്ന് പറഞ്ഞല്ലോ. 100 ഗ്രാം മത്തൻ എടുത്തിട്ടുണ്ട്. തൊലി കളയില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വേണം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ 1.5 സെൻറ്റിമീറ്ററോളം സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി വെക്കുക. ഇനി വേണ്ടത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ സാധാരണ സൈസിലുള്ള ഒരു വഴുതനങ്ങയുടെ പകുതി അത് ചെറിയ പീസസാക്കി മുറിച്ച് അതൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കണം. വഴുതനങ്ങയും കത്തിരിക്കയൊക്കെ കറി വയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കറയെല്ലാം മാറിക്കിട്ടും. അപ്പോഴേ ശരിക്കത് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി വലിയ പച്ചമുളക് ഉണ്ടല്ലോ, തൊണ്ടമുളക്, അത് തന്നെയാണ് വേണ്ടത് ഇതിന് ഈ കറി വെക്കാനായിട്ട്. അത് സാധാരണ ഇതിനെക്കാട്ടി വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. 2 എണ്ണം മതി. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വയ്ക്കുക. പിന്നെ ഒരു ചെറിയ ചേമ്പ്, അത് തോടെല്ലാം കളഞ്ഞിട്ട് അതിൽ ഈ ചേമ്പ് ചെത്തി കഴിയുമ്പോഴേക്കും ഒരു പച്ച കളറ് കാണുമല്ലോ. ആ പച്ച കളറാണ് ഈ ചേമ്പിന് ചൊറിച്ചിലുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ചേമ്പ് ചെത്തുമ്പോൾ കാണാൻ ആ പച്ച ഭാഗം കംപ്ലീറ്റ് അങ്ങ് മാറ്റി കളയണം. എന്നിട്ട് അത് ഇതുപോലെ ചെറുതാക്കി എടുക്കുക. ചേമ്പ് കൂടിപ്പോണ്ട, ഒരു ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേമ്പ് ഉപയോഗിക്കുന്നത്. ഇനി വള്ളിപ്പയർ ഉണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്, കമ്പൽസറി അല്ല. ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അല്പം നീളത്തിലൊന്ന് അരിഞ്ഞിടുക. അപ്പോൾ ഒരു 2 കറിവേപ്പിലയും കൂടി വേണം. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. തേങ്ങാപ്പാൽ കൂടി റെഡിയാക്കി വെക്കണം. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനും ഒക്കെ മെനക്കെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് സാധാരണ ഉപയോഗിക്കാറ്. ടേസ്റ്റിനൊന്നും ഒരു കുറവും കാണുന്നില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്, 25 രൂപ. ഇത് ഒരു പാക്കറ്റ് മൊത്തം എടുത്ത് ഒരു ബൗളിലേക്ക് ഇടുക. നമുക്ക് ആകെ വേണ്ടിയത് 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. അത് 2-ാം പാല് 1/4 കപ്പ്, പിന്നെ 1-ാം പാല് 1/4 കപ്പ്. അപ്പം മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളം. 1/2 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച്, ആദ്യം കുറച്ചൊഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് വെക്കണം. ഇതല്ല ഒറിജിനൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് 1-ാം പാല് മാറ്റി വയ്ക്കുക, 1/4 കപ്പ് 2-ാം പാല് മാറ്റി വയ്ക്കുക. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ, പയർ ഇടണ്ട, പയർ മാറ്റി വയ്ക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 2-3 കറിവേപ്പിലയുടെ ഇലയും കൂടി ഒരു മണത്തിന് വേണ്ടി ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇട്ടോളാം. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ഒഴിക്കണം. 1/2 കപ്പാണല്ലോ എടുത്ത് വെച്ചത്. അപ്പോൾ 1/4 കപ്പ് അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കുക്കറൊന്ന് അടച്ച്, പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വേണ്ട, സാധാ പോലെ അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ശ്രദ്ധിച്ചോളണം വെള്ളം വറ്റാതെ. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം എടുക്കും ഇത് വേകാനായിട്ട്. വെന്തോന്ന് നോക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആ ചേമ്പിലോട്ട് പപ്പടം കുത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. പിന്നെ ഇത് അടച്ചു വയ്ക്കുമ്പോൾ ഫ്ലെയിം ഒരുപാടായിപ്പോയാൽ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റായി. എല്ലാം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ ചേമ്പുള്ളത് കൊണ്ടാണ് ആ ഒരു കൊഴുപ്പുള്ളത് ആ വെള്ളത്തിന്. ഇനി നമുക്ക് അത് വെന്തോന്നൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ പയർ പുഴുങ്ങി വെച്ചിരിക്കുന്നല്ലേ, വൻപയർ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് വെന്തിട്ടോട്ടെ. ആ ചേമ്പിലിങ്ങനെ കുത്തുമ്പോൾ അറിയും. ഞാൻ പയറങ്ങ് അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾസ് ഒന്നും വലുതായിട്ട് ഉടഞ്ഞു പോകരുത്. ഉടയാതെ തന്നെയാണ് നമ്മളിത് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ ബാക്കിയുള്ള 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. ഏതെങ്കിലും കഷ്ണം വലുതായിപ്പോയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി സ്പൂണിട്ട്. അത് അധികം ഉടഞ്ഞു പോകരുത്. ഉടയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും. ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടെ നോക്കണേ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ ഒരു ശകലം കൂടി ഇട്ടിട്ടുണ്ട്, 2 ഇത് വെളിച്ചെണ്ണയാണ്. ഒരു 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ വെളിച്ചെണ്ണ ഒന്ന് തിള വന്നതിന് ശേഷം, ഇപ്പോൾ തിളയ്ക്കണുണ്ടല്ലോ, അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട്
ഒന്ന് മിക്സ് ചെയ്ത് ഉടനെ ഒന്ന് അടച്ചു വയ്ക്കണം. ആ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ മണം അതിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉടനെ അടച്ചു വയ്ക്കണം. ഒരു ശകലം കുറച്ച് സമയത്തേക്ക് അടച്ചാൽ മതി. കണ്ടില്ല, ഇപ്പോൾ കാണാം നമുക്ക് തള വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു പ്രത്യേക ഒരു മണമാണിതിന്. ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും തേങ്ങാപ്പാലിൻ്റെയും എല്ലാം കൂടി, ചേമ്പും, ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയാനുമില്ല, അത്ര ടേസ്റ്റാണ്. സദ്യക്ക് ശരിക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു കറിയാണിത്. ഇതുണ്ടെങ്കിൽ നമുക്കൊരു വ്യത്യസ്ത ടേസ്റ്റ് ആയതുകൊണ്ട് വളരെ ഇഷ്ടപ്പെടും. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്നൊരു കറിയാണിത്. പല രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഈ രീതിയിലൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം സദ്യക്ക്. പിന്നെ വേറൊരു കാര്യം, തേങ്ങാപ്പാലിന് പകരം ഒരു തേങ്ങാമുറിയുടെ പകുതി മതി, പകുതിയുടെ പകുതി മതിയാവും. 1/4 ഭാഗം തേങ്ങ മതി. അതൊന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് 1/2 കപ്പ് എടുക്കുക. 1/4 കപ്പ് 1-ാം പാലും 1/4 കപ്പ് 2-ാം പാലും അങ്ങനെ ഉപയോഗിക്കുക. പിന്നെ തേങ്ങാപ്പാലിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത് ഏത് കമ്പനിക്കാരുടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കിട്ടും. ഒരു 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, സാഷേ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇത്രയും ഉണ്ടാക്കുന്നതിനെങ്കിൽ അത്രയും മതി. ഇതൊരു 6 പേർക്ക് കഷ്ടിച്ച് കഴിക്കാനേ കാണുള്ളൂ. 5-6 പേർക്ക്. കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നല്ല ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.